സൂറത്ത് അഹ്സാബിലെ 24-ാമത്തെ ആയത്താണ് ഇനി ജബ്ബാർ കയ്യാളുന്നത്. ലിയജ്സിയല്ലാഹു സ്സാദിഖീന ബിസ്സദ്ഖിഹിം വയുഅദ്ദിബൽ മുനാഫിഖീന ഇൻ ശാഅ ഔ യതൂബ അലൈഹിം ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. 23-ാമത്തെ ആയത്തിൽ പറഞ്ഞത് മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി, അള്ളാഹുവിനോട് ചെയ്ത കരാറ് പാലിച്ച ചിലരുണ്ട് വിശ്വാസികളിൽ എന്നാണ്. തുടർന്നാണ് ഈ കരാറ് എന്തിനാണ്, കരാറ് വഴി സംഭവിക്കേണ്ടതെന്താണ്, മനുഷ്യർക്ക് അതുകൊണ്ടുള്ള ഗുണമെന്താണ് എന്ന് പറയുന്നത്. തങ്ങളെ ഈ കരാറ് പാലിച്ച ആളുകൾക്ക് തങ്ങളുടെ ആ കരാറ് സത്യസന്ധമായി പാലിച്ചതിൻ്റെ പേരിൽ പ്രതിഫലം നൽകുക എന്നതാണ് അള്ളാഹു ചെയ്യാൻ പോകുന്നത്. എന്നാൽ ആ കരാറ് പാലിക്കാതെ കാപഢ്യം കൈക്കൊണ്ടിട്ടുള്ള ആളുകൾ, അവരെ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കും, അല്ലെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ, നിശ്ചയം അള്ളാഹു ഗഫൂറും റഹീമുമാണ്. ഇവിടെ ജബ്ബാർ പറയുന്ന സംഗതി, ഇവിടെ മുനാഫിക്കുകൾക്ക് 2 ഓഫർ നൽകുന്നു. മുനാഫിക്കുകൾക്ക് മാത്രമല്ല, മൊത്തം മനുഷ്യർക്ക് നൽകുന്ന ഓഫറാണത്. പക്ഷെ അവിടെ വിശ്വാസികൾ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, യഥാർത്ഥ വിശ്വാസികൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കരാറ് പാലിക്കുന്നു. ആ കരാറ് ചെയ്തിട്ട് കരാറ് പാലിക്കാൻ തയ്യാറില്ലാത്ത കപടന്മാരും, കരാറിൽ തന്നെ ഏർപ്പെടാൻ സന്നദ്ധരല്ലാത്ത നിഷേധികളും, ഈ 2 കൂട്ടർക്കുള്ള ഓഫറാണിത്. ഇവിടെ നേർക്കുനേരെ പറയുന്നത് കപടന്മാരെയാണ് എന്നത് ശരിയാണെങ്കിലും ഈ ഓഫർ അവിശ്വാസികൾക്ക്, ജബ്ബാറിനെ പോലുള്ള നിഷേധികളായ ആളുകൾക്ക് കൂടിയുള്ള ഓഫറാണ്. നിഷേധികൾ, കപടന്മാരവരുടെ കാപഢ്യം ഒഴിവാക്കി, നിഷേധികൾ അവരുടെ നിഷേധം ഒഴിവാക്കി യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും എന്നതാണ് ഒരു ഓഫർ. 2-ാമത്തെ ഓഫർ, അവർ കപടന്മാർ കാപഢ്യം ഉപേക്ഷിക്കാൻ തയ്യാറല്ല, നിഷേധികൾ നിഷേധം ഒഴിവാക്കാനും തയ്യാറല്ലെങ്കിലോ അള്ളാഹു അവരെ ശിക്ഷിക്കും എന്നുള്ളതാണ്. ഈ 2 ഓഫറും യഥാർത്ഥത്തിൽ നേർക്കുനേരെ കപടന്മാരെയാണ് പറഞ്ഞതെങ്കിലും കപടന്മാരും യഥാർത്ഥത്തിൽ നിഷേധികളാണ്. അപ്പോൾ പക്കാ നിഷേധികൾക്കും കപടന്മാർക്കും 2 കൂട്ടർക്കുള്ള ഓഫറാണിത്. എന്നിട്ട് ജബ്ബാറോട് പറയുന്നത് എന്തിനാണ് ഈ ഓഫർ കൊടുക്കുന്നത് എന്നാണ്. ഓഫർ കൊടുക്കുന്നത് ജബ്ബാറിൻ്റെ മനോഗത അനുസരിച്ച് എന്തൊക്കെയോ വിളിച്ചു കൂവുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ജബ്ബാറിന് ഖുർആനിനെ അതിൻ്റെ എല്ലാ അക്ഷരം പ്രതി അതിനെ പിന്തുടർന്നുകൊണ്ട് വിമർശിച്ച് മൂപ്പർക്ക് അടങ്ങാനാവും. അതുകൊണ്ട് ബുദ്ധിപൂർവമല്ലാത്ത, യുക്തിപൂർവമല്ലാത്ത കുറേ എന്തൊക്കെയോ വാദഗതികൾ ഉന്നയിക്കുകയും മനസാക്ഷിക്കുത്തോടു കൂടിയാണെങ്കിൽ പോലും അത് മനുഷ്യരുടെ കയ്യടി വാങ്ങാൻ വേണ്ടി സമർപ്പിക്കുകയും ചെയ്യാനുള്ളതാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ലോകത്ത് ഇസ്ലാമിനെ ഖുർആനിൽ നമുക്ക് മാറ്റി നിർത്തിയാൽ പോലും ഒരു രാഷ്ട്ര സംവിധാനത്തെടുക്കാം. ആ രാഷ്ട്ര സംവിധാനത്തിൽ, രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രം നൽകുന്ന ഓഫറുകളുണ്ട്. എന്താണ് രാഷ്ട്രം നൽകുന്ന ഓഫർ? ഒന്നുകിൽ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിലെ പൗരന്മാർ വർത്തിക്കാം. രാജകീയ കാലഘട്ടത്തിലാണെങ്കിൽ രാഷ്ട്രത്തിലെ പ്രജകളാണ്, ജനാധിപത്യ സംവിധാനത്തിൽ അത് പൗരന്മാരാണ് എന്നുള്ള വ്യത്യാസമുള്ളത്. ഈ 2 ഘടനയിലും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അവിടെ കൊടുക്കുന്ന ഓഫർ, അവർക്ക് വേണമെങ്കിൽ ഈ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവായി മാപ്പ് പറഞ്ഞുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ താല്പര്യം പരിരക്ഷിക്കാൻ വേണ്ടി മുമ്പോട്ട് വരാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് മാപ്പ് നൽകുകയും അവരുടെക്ക് ജീവിത സുരക്ഷിതത്വം നൽകുകയും ചെയ്യുന്നുള്ളതായിരിക്കും രാഷ്ട്രത്തിൻ്റെ ഓഫർ.
ഇനി അതവർ ഉപേക്ഷിക്കാൻ തയ്യാറല്ല, അവർ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നതെങ്കിൽ അവരെ വളഞ്ഞിട്ട് പിടിക്കുകയും കയ്യിൽ കിട്ടുന്നവരെ കൊടൂരമായിട്ടുള്ള ശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നുള്ളതായിരിക്കും ഓഫർ. അപ്പോൾ ഇത് ഇസ്ലാമിൻ്റെ കാര്യം പറയുമ്പോൾ, ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ഒക്കെ കാര്യം പറയുമ്പോൾ ഇസ്ലാം അത് മുന്നോട്ട് വെക്കുന്നു. മറ്റുള്ള രാഷ്ട്രങ്ങളും അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ഇസങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇവിടെ ഒരു കൂട്ടർക്ക് മറ്റേ കൂട്ടർ ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. ഒരു കൂട്ടരുടെ സമീപനം, അവർ കൈക്കൊള്ളുന്ന നിലപാടുകൾ, ആ നിലപാടുകളും സമീപനങ്ങളും നോക്കിയിട്ടാണ് അവരോട് ഈ കാര്യം പറയുന്നത്. ഇവിടെ ജബ്ബാർ പറയുന്നത് മുനാഫിക്കുകളെ തള്ളിപ്പറയില്ല, അവർക്ക് ഓഫർ കൊടുക്കുകയാണ്. കാരണം മുനാഫിക്കുകളെ അടുത്ത യുദ്ധത്തിന് മുഹമ്മദിന് ആവശ്യമുണ്ട് എന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു സംഗതി, ഇത്തരം മുനാഫിക്കുകളെ ഇസ്ലാമിന് ആവശ്യമില്ല എന്നുള്ളതാണ്. ആവശ്യമില്ല എന്ന് മാത്രമല്ല, അവർ വിശ്വസിക്കാൻ കൊള്ളുകയില്ല. അവരോട് അവർ യുദ്ധത്തിന് വരട്ടെ എന്ന് ചോദിച്ചാൽ പോലും വരേണ്ടതില്ല എന്നാണ് അവരോട് മറുപടി പറയേണ്ടതെന്നാണ്. ഇവിടെ മുനാഫിക്കുകളെ ഇസ്ലാമിന് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല ഈ ഓഫർ നൽകുന്നത്. അവരുടെ തന്നെ സുരക്ഷിതത്വം ആഗ്രഹിച്ചുകൊണ്ട് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ അവർ ഈ ഓഫർ കൈക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുന്നുള്ളതാണ് ഇവിടെ നൽകുന്ന ഓഫർ. അതല്ലാതെ ജബ്ബാർ എന്തൊക്കെയോ ഖുർആനെ വിമർശിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറയുന്ന ഈ പച്ചുമ്പയും അത് അല്ല യഥാർത്ഥത്തിൽ ഈ ആയത്ത്, ഈ ഖുർആനിക വചനം ഉൾക്കൊള്ളുന്നത് എന്നതാണ് വസ്തുത. അവിടെ മുനാഫിക്കുകൾ എന്നുള്ള ആൾക്ക് ഖുർആൻ തള്ളിപ്പറയുന്നതാണ് ചെയ്യുന്നത്. ജബ്ബാർ പറയുന്നത് മുനാഫിക്കുകളെ തള്ളുന്നില്ല, തള്ളുന്നില്ല, അതുകൊണ്ടാണ് രണ്ട് ഓഫർ നൽകണമെന്നാണ്. മുനാഫിക്കുകൾ എന്നാൾക്ക് തള്ളിപ്പറയുമ്പോൾ തന്നെയാണ് മുനാഫിക്കുകളുടെ രക്ഷ ഓർത്തുകൊണ്ട്, അവരുടെ നന്മ ഓർത്തുകൊണ്ട് അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യമുണ്ട്, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇതാണ് ഇവിടുത്തെ ഓഫർ. അല്ലാതെ ഒരിക്കലും തന്നെ മുനാഫിക്കുകളെ ഇസ്ലാം ഉൾക്കൊണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുദ്ധത്തിന് വരാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അവർ വരാതിരിക്കുന്നതാണ് ഇസ്ലാമിന് നല്ലത്, ഇസ്ലാമിക സമൂഹത്തിന് നല്ലത്, ഇസ്ലാമിക രാഷ്ട്രത്തിന് നല്ലത് എന്നതാണ് വിശുദ്ധ ഖുർആൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള സംഗതി. അപ്പോൾ ഇവിടെ ജബ്ബാർ പിച്ചുമ്പയും പറയുന്നു എന്നുള്ളതല്ലാതെ ജബ്ബാറിന് ഇവിടെ കാര്യമായിട്ട് യാതൊരു സംഗതിയും ഇതിനെപ്പറ്റി പറയാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മനസാക്ഷിക്കുത്ത് അനുഭവിച്ചുകൊണ്ടാണ് ജബ്ബാർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കപടവിശ്വാസികളെ ഓടിക്കില്ല എന്നുകൂടി പറയുന്നുണ്ട് ജബ്ബാർ തന്നെയാണ് ഇതിൻ്റെ മുമ്പ് പറഞ്ഞത്, ഈ വിശ്വാസം ഉൾക്കൊള്ളാത്തവരെ നിർബന്ധിച്ച് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് വിശ്വാസികളാക്കി മാറ്റുന്നു എന്നുള്ളത്. ഇത് രണ്ടും തന്നെ യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമാണ്. കപടന്മാരെ ഓടിക്കില്ല പറഞ്ഞാൽ കപടന്മാരാരാണെന്ന് വ്യക്തമായിട്ട് പോലും അവർ ഓടിക്കില്ലെങ്കിൽ നിങ്ങളത് അംഗീകരിച്ചേ നിങ്ങളെ ജീവിക്കാൻ വിടൂ എന്ന് ഇസ്ലാം പറയില്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. പക്ഷേ അത് പറയുമ്പം തന്നെയാണ് ജബ്ബാർ മറ്റൊരു ഭാഗത്ത് പറയുന്നത്, മുഹമ്മദ് ഇത് സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത, ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറില്ലാത്തവരെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൂട്ടുന്നു എന്നാണ്. അപ്പോൾ ജബ്ബാർ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത് എന്ന് ജബ്ബാറിന് തന്നെ അറിയില്ല. ദൈവമേ ഇവരോട് പൊറുക്കണേ, അറിവില്ലാത്തവരാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ പ്രാർത്ഥന ജബ്ബാറിൻ്റെ ഒക്കെ കാര്യത്തിൽ പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് നിർവാഹമുള്ളൂ. പ്രവാചകന്മാർ മൊത്തത്തിൽ തന്നെ പ്രാർത്ഥിച്ചുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ യേശുക്രിസ്തു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതേ സംഗതി ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ കാര്യത്തിലും പ്രാർത്ഥിച്ചത് ഇതേ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ എൻ്റെ ജനതയോട് നീ പൊറുക്കണം, അവർ വിവരമില്ലാത്തവരാണ്. അപ്പോൾ എന്നതുപോലെ ജബ്ബാറിൻ്റെ കാര്യത്തിലും നമ്മൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനേ നിർവാഹമുള്ളൂ. കാരണം വിവരം കെട്ട, വിവേകമില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ തോന്നിയത് വായിൽ വന്നത് കോതക്ക് പാട്ട് എന്ന മട്ടിൽ വായിൽ വന്നതൊക്കെ ഖുർആനതിൽ വിളിച്ചു പറയുന്ന ഈ പമ്പര വിഡ്ഢി എന്ന് നമ്മൾക്ക് അയാളെ വിശേഷിപ്പിക്കാൻ പറ്റും. ആ അവസ്ഥയിലാണ് ജബ്ബാർ ഈ സംഗതികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. അതുകൊണ്ട്
ജബ്ബാറിൻ്റെ ഈ പ്രയോഗത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ വാക്കുകളിൽ തന്നെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ജബ്ബാർ മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതും. പറയാനൊന്നുമില്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പോകുന്നു എന്ന് മാത്രമേ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാധ്യമാവുകയുള്ളൂ എന്നും ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അതുകൊണ്ടാണ്.